ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു സോസേജിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പം ഇത് ചിക്കൻ സോസേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ബ്രാൻഡിൻ്റെ സോസേജ് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ എടുത്തിട്ട് ആർക്കും ഇത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പം എല്ലാവർക്കും സോസേജ് മസാലയൊന്നും ചേർക്കാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും. പക്ഷേ ഇത് ജസ്റ്റ് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. പക്ഷേ മസാല അധികം ഇഷ്ടപ്പെടാത്തവരായിരിക്കും. എന്നാലും ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ആദ്യം സോസേജ് നന്നായിട്ട് കവറിൽ നിന്ന് പൊട്ടിച്ച് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറിയതായിട്ട്, ഒത്തിരി തിക്കല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ മസാലയും ചേർത്ത് വയ്ക്കാം. മസാല ചേർത്ത് എടുത്ത് വയ്ക്കുക ഞാൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലത്തേക്ക് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്ക് വറക്കാൻ പാകത്തിന് ഞാൻ നേരത്തെ പുരട്ടി എടുത്ത് വയ്ക്കും. നമുക്കിതിനകത്തേക്ക് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത സോസേജെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. ഇവിടെ എരിവ് എത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് ഞാൻ എടുക്കുന്ന അതിന് ഒരു 3 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല യൂസ് ചെയ്യണം. അതിനൊക്കെ ഒരു ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഞാൻ വെച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മസാല നന്നായിട്ട് തിരുമ്മി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് എടുത്ത് വയ്ക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. അത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇപ്പം രാവിലെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈകിട്ടത്തേക്ക്, അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ വറക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു സവോളയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വറക്കാം. സവോളയും കൂടെ ചേർക്കുമ്പം വേറൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റും കൂടെ വരും. അപ്പോൾ നമുക്ക് ഒരു സവോള ഞാൻ എടുക്കുന്നുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എടുക്കാം. എന്നിട്ട് പാനിൽ എണ്ണ ചൂടാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഒത്തിരി വഴറ്റൊന്നും വേണ്ട. ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ആ സോസേജും അപ്പം തന്നെ ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വഴറ്റിയിട്ട് ആഡ് ചെയ്യുക. ഞാൻ ഇതിനകത്തേക്ക് തന്നെ അപ്പം തന്നെ ആ സോസേജ് ആഡ് ചെയ്ത് രണ്ടും ഒരേ സമയത്താണ് കുക്ക് ചെയ്യുന്നത്. സോസേജിനകത്ത് അധികം ഉപ്പൊന്നും ഞാൻ ആഡാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത്, ഈ സോസേജിന് ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ സോസേജിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് ആ സവോളയും ആ സോസേജും കൊണ്ട് നന്നായിട്ട് മൊരിയുന്നിടം വരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. അതെന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാവും. ഒത്തിരി ഡ്രൈ ആക്കി എടുക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് കരിമരാന്നായി പോകും. ഒത്തിരി ഡ്രൈ ആക്കാതെ ഒരു മൊരിവ് അത്ര എടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ